എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇടത് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്താൻ ഇടയില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന CPM നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഇത് ഞങ്ങളെയല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് കണ്ടത്. ഇത് BJPക്കെതിരെയാണ്, മോദിക്കെതിരെയാണ് എന്ന് പറയുന്ന നേതാക്കളെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന നോക്കാം, ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തും എന്നൊരു പ്രയോഗമുണ്ടായില്ല. എന്താണോ MT ഉദ്ദേശിച്ചത് അതിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്തായിരുന്നു MT എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ MT ഈ പ്രസംഗം തയ്യാറാക്കുന്നതിന് മുമ്പും ശേഷവും എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ള NE സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. അതിൽ കൃത്യമായിട്ടും MT ഈ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് പറയുന്നു, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു, എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതായി NE സുധീർ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ പിന്നീട് വിവാദമായ ശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ വിമർശനം എന്ന രൂപത്തിലല്ല പറഞ്ഞത്, ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മപരിശോധന നടത്തുന്നവർ നടത്തട്ടെ, അത്രയുമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ, അതിലപ്പുറം പറയില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അതിശക്തമായി MT ആദ്യം പ്രതികരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സർക്കാരിനെതിരെ തന്നെയാണ് അദ്ദേഹം വിമർശനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് മോദിക്കെതിരെയും വിമർശനം, മോദി എന്ന പേര് പറഞ്ഞുകൊണ്ടല്ല, അതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. നേതാക്കളുടെ പേര് പറഞ്ഞൊന്നല്ല വിമർശനം നടത്താറ്. അപ്പോൾ എവിടേക്കാണ് ഈ വിമർശനം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളെയല്ല എന്ന് പറയുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് ഈ നേതാക്കൾ എത്തുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം നിൽക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ സാംസ്കാരിക ലോകം പൊതുവെ സർക്കാരിൻ്റെ സ്തുതിപാഠകരായി നിൽക്കുന്ന സാഹിത്യകാരന്മാരുടെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെയും പിന്നാക്കം നിൽക്കുകയായിരുന്നു. ഇതിൽ പലരും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ MT പറഞ്ഞ സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കാൻ പലരും തയ്യാറായിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെയാണോ ഉദ്ദേശിച്ചത് അവർ അതിലൊരു ആത്മപരിശോധന നടത്തുമെന്ന് കരുതാൻ വയ്യ. മന്ത്രിമാരടക്കം നടത്തിയ പ്രതികരണങ്ങൾ ആ രൂപത്തിലായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.